നമസ്കാരം. നെസ്ലെ എന്ന പേര് നമ്മുടെ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. ലോകത്തെ ഏറ്റവും വലിയ ഭക്ഷ്യപാനീയ നിർമ്മാണ കമ്പനികളിൽ ഒന്നാണ് നെസ്ലെ. അവരുടെ കിറ്റ്കാറ്റ് ഉൾപ്പെടെയുള്ള എത്രയോ ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരമായതാണ്. ലോകത്തെ ഏറ്റവും വമ്പൻ താരങ്ങളെ വെച്ചാണ് അവർ അവരുടെ പരസ്യങ്ങൾ പോലും ചെയ്യുമായിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഈയിടെയായി കമ്പനി കുറച്ച് തിരിച്ചടിയുടെ ഒരു പാതയിലാണ്. ഇപ്പോൾ കമ്പനിയുടെ വിറ്റുവരവ് കുറഞ്ഞിരിക്കുന്നു. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയിൽ ഇപ്പോൾ നിരവധി പ്രശ്നങ്ങൾ കുന്നുകൂടുകയാണ്. ഇതിലേറ്റവും ഒടുവിലത്തേതാണ് കമ്പനിയുടെ സിഇഒയെ പുറത്താക്കേണ്ടി വന്ന അവസ്ഥ. 63കാരനായ ലോറൻറ്റ് ഫ്രിക്സെയാണ് കമ്പനി ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. ഇതിന് കമ്പനി പറയുന്ന ന്യായം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകയുമായി വഴിവിട്ട ബന്ധം ഉണ്ടായിരുന്നു എന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടുന്ന എത്രയോ പ്രമുഖരായ വ്യക്തികളുണ്ട്. പക്ഷേ നെസ്ലയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കാരണവശാലും വെച്ച് പറപ്പിക്കാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ കമ്പനിക്ക് ചില മൂല്യങ്ങളും മറ്റും ഉണ്ട്, അക്കാര്യത്തിൽ ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല. ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലാണെങ്കിലും ജീവനക്കാരുടെ തമ്മിലുള്ള പരസ്പര ബന്ധത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ആ മൂല്യം കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾ എപ്പോഴും നിർബന്ധത കാണിക്കുന്നു എന്നാണ് ഇപ്പോൾ കമ്പനി വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന് ഏത് സഹപ്രവർത്തകരോടാണ് ബന്ധമുണ്ടായിരുന്നത് സംബന്ധിച്ച കാര്യങ്ങളൊന്നും തന്നെ ഇനിയും കമ്പനി പുറത്തുവിട്ടിട്ടില്ല. ഏതായാലും 1986 മുതൽ ഈ കമ്പനിയിൽ ജോലി നോക്കുകയായിരുന്നു അദ്ദേഹം. നിരവധി തസ്തികകൾ കടന്നാണ്, അല്ലെങ്കിൽ നിരവധി രാജ്യങ്ങളിൽ അദ്ദേഹം ജോലി നോക്കിയിട്ടുണ്ട്. അതിനെ തുടർന്നാണ് അദ്ദേഹം പിന്നീട് ഈ കമ്പനിയുടെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യപാനീയ നിർമ്മാണ കമ്പനിയുടെ സിഇഒ എന്ന വലിയ പദവിയിലേക്ക് എത്തുന്നത്. പൊതുവെ എല്ലാവർക്കും പ്രിയപ്പെട്ട വ്യക്തി തന്നെയായിരുന്നു ഫ്രിക്സെ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പിരിച്ചുവിടപ്പെടുന്ന രണ്ടാമത്തെ സിഇഒ ആണ് ഇദ്ദേഹം. നേരത്തെ മറ്റൊരു സിഇഒയെയും സ്ഥാപനം പിരിച്ചുവിട്ടിരുന്നു. അത് സ്വഭാവദൂഷ്യമായി ബന്ധപ്പെട്ടല്ല, അതല്ലെങ്കിൽ അതിൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടല്ല, കമ്പനിയുടെ വിറ്റുവരവുമായി ബന്ധപ്പെട്ടുള്ള ചില വ്യാപാര പ്രശ്നങ്ങൾ കാരണമാണ് ആ സിഇഒയെ പുറത്താക്കിയത്. ഏതായാലും കമ്പനിക്ക് പുതിയ സിഇഒയെയും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കമ്പനിയുടെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻ്റായിരുന്ന ഫിലിപ്പ് നവരത്തിലാണ് പുതിയ സിഇഒ. അദ്ദേഹവും 2001 ഈ കമ്പനിയിൽ ജോലിക്കായി എത്തിയത്. നേരത്തെ വിവിധ സ്ഥാപനങ്ങളിൽ വലിയ പദവികളൊക്കെ തന്നെ അദ്ദേഹം ജോലി ചെയ്തിരുന്നു. ഏതായാലും വളരെ നിർണായകമായൊരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കമ്പനി കടന്നു പോകുന്നത്. നേരത്തെ വിൽപ്പനയിലെല്ലാം തന്നെ ഒന്നാം നിലയിൽ നിന്നിരുന്ന കമ്പനി ഇപ്പോൾ വലിയ തോതിലുള്ള തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വിൽപ്പനയിലൊക്കെ തന്നെ വലിയ തോതിലുള്ള ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഏറെ പ്രിയങ്കരമാണ് ഇവരുടെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ. പാനീയങ്ങൾ കൂടാതെ തന്നെ ഇവർക്ക് ഈ കോസ്മെറ്റിക്സിൻ്റെ വലിയൊരു വ്യാപാര ശൃംഖലയുണ്ട്. അത് ലോകമെമ്പാടും വലിയ തോതിൽ വിറ്റ് പോകുന്നതായിരുന്നു നേരത്തെ. പക്ഷേ ഇപ്പോൾ എല്ലാത്തിനും തന്നെ വലിയ തോതിലുള്ള തിരിച്ചടിയാണ് ഏറ്റുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള കാര്യം കമ്പനി വളരെ വിശദമായി തന്നെ പരിശോധിച്ച് വരികയാണ്. അതിനിടയിലാണ് അവിടെ നടന്ന ഈ നിരീക്ഷണങ്ങൾക്കിടയിൽ കമ്പനി സിഇഒയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടായി എന്നും അദ്ദേഹം കമ്പനി കാര്യങ്ങളിൽ പലപ്പോഴും ശ്രദ്ധ കാട്ടാതെ തൻ്റെ പെൺ സുഹൃത്തുമായി കൂടുതൽ സമയം ചെലവഴിക്കുന്നതുമായിട്ടൊക്കെ കമ്പനി കണ്ടെത്തിയത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ നീക്കം ചെയ്യാൻ സ്വിസ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇത് മറ്റ് ബഹുരാഷ്ട്ര കമ്പനികൾക്കൊക്കെ തന്നെ ഒരു മാതൃകയായി മാറുകയാണ്. കാരണം മൂല്യങ്ങളിൽ നിന്ന് ഒരു തരത്തിലും ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്കില്ല. അത് കമ്പനി വലിയ തിരിച്ചടി നേരിടുന്ന കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഫ്രിക്സയെ പോലെ എത്രയോ കാലമായി കമ്പനിയിലെ പല പദവികളിലിരുന്നൊരു വ്യക്തിയെപ്പോലും പിരിച്ചുവിടാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്ന് തന്നെയാണ് നെസ്ലെ ഈ ഒരു നടപടിയിലൂടെ കാണിക്കുന്നത്.